ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 29 മുതൽ 2025 ജനുവരി 4 വരെയുള്ള ഒരാഴ്ച കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ എപ്പിസോഡിലും പറയാറുള്ളത് പോലെ ഭാരതീയ ആചാരപ്രകാരമുള്ള വളരെ ലളിതമായിട്ടുള്ള ജപധ്യാനാദികളും ക്ഷേത്ര ദർശനം ഇത്യാദി കാര്യങ്ങളും ഒക്കെയാണ് ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പ്രത്യേകിച്ച് അറിയുക. വാരഫലത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രസക്തിയുണ്ട്. എപ്പോഴും അടിസ്ഥാന ജാതകം, ബേസിക് ഹൊറോസ്കോപ്പിനാണ് പ്രാധാന്യം എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. എത്ര പ്രതികൂലമായാലും, അതായത് ഇപ്പോൾ ഇടരശനിക്കാലമായാലും ഇടരശനിയിലെ ജന്മശനിക്കാലമായാലും ദശാപഹാരങ്ങൾ അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ, ദശാപഹാരങ്ങൾ പൂർണ്ണമായിട്ടും അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ ഇടരശനിയിലെ ജന്മശനിക്കാലത്തെ പ്രയാസങ്ങൾ ഒന്നും തന്നെ അനുഭവവേദ്യമാകില്ല എന്നുള്ളതാണ്. അതുപോലെ ദശാപഹാരങ്ങൾ ഒട്ടും തന്നെ നല്ലതല്ല എന്നുണ്ടെങ്കിൽ 11-ലെ വ്യാഴൻ വന്നാലും 6-ലെ ശനി കൂടെ നിന്ന് കഴിഞ്ഞാലും ശുഭ ഫലങ്ങൾ കുറവായിരിക്കും. അതുകൊണ്ട് ബേസിക് ഹൊറോസ്കോപ്പിനാണ് പ്രാധാന്യം കൂടുതൽ. പിന്നെ മറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്, ലൈക്ക് നമ്മുടെ വാസ്തു, പിന്നെ നമ്മൾ പരദേവതാ പ്രീതി എന്ന് പറയാറുണ്ട്, ചിലർ ശാപദോഷങ്ങൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ചില ഘടകങ്ങൾ കൂടി ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം അറിയുക. ഇത് വാരഫലമാണ്. അടുത്ത ആഴ്ച 2025 പൊതുഫലങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകം അത് കാണുവാൻ ശ്രമിക്കുക. ഒരു വർഷത്തെ പൊതുവെയുള്ള ഫലങ്ങൾ, അനുകൂലമായിട്ടുള്ളതും അനുകൂലമല്ലാത്തതുമായിട്ടുള്ള ഫലങ്ങളും അതിൻ്റെ പരിഹാര നിർദ്ദേശങ്ങളുമാണ് പറയുന്നത്. അത് ഒരു വർഷം മുഴുവൻ ചെയ്യേണ്ട പരിഹാര നിർദ്ദേശങ്ങളാണ് എന്നുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് അത് നോട്ട് ചെയ്യേണ്ടതാണ്. അത് വാർഷികമായാലും വാരഫലമായാലും മാസിക ഫലമായാലും ദിവസഫലമായാലും അടിസ്ഥാന ജാതകത്തിൻ്റെ ശക്തി വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന് ലഗ്നത്തിന് വളരെയധികം ബലമുണ്ട്, 11ാം ഭാവാധിപന് വളരെയധികം ബലമുണ്ട് എന്നുണ്ടെങ്കിൽ 11ാം ലാഭാധിപൻ എന്ന് പറയും. അതിന് ഉച്ചസ്ഥിതി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം വാരഫലവും ദിവസഫലവും മാസിക ഫലവും മാസഫലവും വാർഷിക ഫലവും കാണുവാൻ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിട്ടുള്ള പരിഹാരങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. പ്രാർത്ഥന സമർപ്പണ മനോഭാവത്തോടുകൂടി ചെയ്യുക, പ്രയാസങ്ങൾ കുറയും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രാർത്ഥനയ്ക്ക് ആണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്ന ഈ പ്രോഗ്രാമിൽ. എത്രത്തോളം നമ്മൾ സമർപ്പണ മനോഭാവത്തോടെ പ്രാർത്ഥനകൾ അനുഷ്ഠിക്കാമോ അത്രത്തോളം ഫലസിദ്ധി ഉണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിട്ടിരിക്കുക. ഇനി രാശിഫലത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ധാരാളം യാത്രകൾ വരാനും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വരാനുമുള്ള ഭാഗ്യമുണ്ട്. ബന്ധുമിത്രാദികളുമായിട്ടുള്ള ഒരു സഹവാസം, ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക, ഇതിനൊക്കെയുള്ള ഭാഗ്യം കാണുന്നു. ധാരാളം പണച്ചെലവ് വരാം, ക്യാഷ് ഡ്രെയിൻ ധാരാളം കാണുന്നുണ്ട്. എന്നാൽ ആ ക്യാഷ് ഡ്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ക്യാഷ് ഡ്രെയിൻ ആയിരിക്കും. അല്ലാണ്ട് അയ്യോ പണം പോയല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട ഒരു അവസ്ഥ വരില്ല. ധാരാളം ക്യാഷ് ഡ്രെയിൻ ഉണ്ടാവും. പിന്നെ പുതിയ പ്രോജക്ട്സ്, പുതിയ ജോലി, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയമാണ്. ബിസിനസ് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ബിസിനസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്ന ഒരു സമയമാണ് എന്നറിയുക. വിവാഹാലോചനകൾ വരും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. വിവാഹ നിശ്ചയം, വിവാഹമൊക്കെ നടക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിയുക. വിദ്യാർത്ഥികൾക്കും പൊതുവെ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയിക്കുവാൻ സാധ്യതയുള്ള സമയം. ചെറിയൊരു വരുമാന മാർഗമെങ്കിലും ജോലിയില്ലാത്തവർക്ക് വന്നു ചേരുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. ജാതകത്തിൽ അടിസ്ഥാനപരമായിട്ട് 11ാം ഭാവാധിപന് ബലക്കുറവ്, 12-ലെ വ്യാഴൻ, ഇങ്ങനെയുള്ള ചില സ്ഥിതിയുള്ളവർക്ക് ഈ അനുകൂല ഫലങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും സാമ്പത്തികമായിട്ട് ഞെരുക്കം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ബേസിക് ഹൊറോസ്കോപ്പ് വീക്ക് ആയതുകൊണ്ട്. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം വെള്ളിയാഴ്ചകളിൽ വ്രതമെടുത്ത് ദേവീക്ഷേത്ര ദർശനം നടത്തി ചെയ്യേണ്ട കാര്യം മഹാലക്ഷ്മി അഷ്ടകം ഭക്തിപൂർവ്വം ജപിക്കുക എന്നുള്ളതാണ്. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം.
പല കാര്യങ്ങളും അങ്ങോട്ട് നടന്നു കിട്ടുന്നതിൽ കാലതാമസം, ഉദ്ദേശിക്കുന്ന സമയത്ത് ബില്ലൊക്കെ മാറി കിട്ടുവാനുള്ള ബുദ്ധിമുട്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന പണം സമയത്ത് വരുന്നില്ല എന്നുള്ളൊരു തോന്നൽ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ അത്ര അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു ആത്മവിശ്വാസക്കുറവ്, ഇതുതന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അനുഭവേദ്യമായിരുന്നത്. എങ്കിലും ഈ വാരം അല്പം ഒരു ഇമ്പ്രൂവ്മെൻ്റ്, ഒരു മെച്ചമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അതിന് വേണ്ടത് ഭദ്രകാളി പ്രീതി അത്യാവശ്യം വരുത്തണം. തടസ്സങ്ങൾ നീക്കുവാനായിട്ട് ഭദ്രകാളി പ്രീതി വളരെ അനുയോജ്യമായിട്ട് കാണുന്നു എന്നുള്ളതാണ്. വെള്ളിയാഴ്ചകളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക. രൗദ്രഭാവദേവിക്ക് പ്രാധാന്യം ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദർശനം നടത്താം എന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. അല്പം കുങ്കുമം വാങ്ങി അവിടെ ദേവിക്ക് സമർപ്പിക്കുക, അത് വളരെ പ്രധാനമാണ്. ഭദ്രകാളിയുടെ സ്തോത്രം ജപിച്ചോളൂ. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും ചില വ്യക്തികളെ കൊണ്ടും ചില സാഹചര്യങ്ങൾ കൊണ്ടും നമുക്ക് നേടുവാൻ കഴിയാതിരുന്ന പലതുമൊക്കെ നമുക്ക് അനുകൂലമായി തുടങ്ങുന്നതിൻ്റെ സൂചനകൾ ഈ വാരം ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി നമുക്ക് സഹായഹസ്തവുമായി വരുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈസൻസൊക്കെ ലഭിക്കാൻ ഈ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസിൽ നമ്മൾ ഇപ്പോൾ ഒരു പുതിയ ബിസിനസ്സിന് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഈ വാരം കാണുന്നു. ഈ പ്രാർത്ഥന അത്യാവശ്യമാണ് എന്നുള്ള കാര്യം അറിഞ്ഞോളുക. മാതൃസ്ഥാനീയർക്ക്, അമ്മയുടെ അടുത്ത ബന്ധുക്കൾക്ക് ചില പ്രയാസങ്ങളോ ആരോഗ്യപരമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾക്കോ ഉള്ള സാധ്യത ഈ വാരം കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ദുർഗാപ്രീതി കൂടി വരുത്തുന്നത് നന്നായിരിക്കും. ചെലവ് കഴിയുന്നത് നിയന്ത്രിക്കുക. വാഹനം കൊണ്ടൊക്കെ പ്രയാസങ്ങൾ വരാം. രാത്രികാല സഞ്ചാരം കഴിയുന്നതും കുറയ്ക്കുക. വിദ്യാർത്ഥികൾ കൂട്ടുകെട്ട് ശ്രദ്ധിച്ച് പഠനകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ് എന്നുള്ള കാര്യവും അറിഞ്ഞോളുക. യങ്സ്റ്റേഴ്സും ഹൈ സ്പീഡ് ഡ്രൈവിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വാരം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ജപം പ്രധാനം എന്നുള്ള കാര്യം അറിഞ്ഞോളുക. ദേവീ മാഹാത്മ്യ പാരായണം ഉത്തമമായി കാണുന്നു. സന്തോഷമായിരിക്കുക. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. കോപസ്വഭാവം ഏറിയിരിക്കുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. പല യാത്ര കൊണ്ടും ഉദ്ദേശിച്ച ഫലമുണ്ടാകണം എന്നില്ല. ചില വ്യക്തികൾ നമുക്കെതിരായി പ്രവർത്തിക്കുന്നതായിട്ട് അനുഭവപ്പെടാം എന്നുള്ളതാണ്. അതായത് അവരുടെ പെരുമാറ്റം വളരെ നന്നായിരിക്കും, എന്നാൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ വരുന്നില്ല. അത് വളരെ അടുപ്പമുള്ളവരായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് മാനസികമായിട്ടൊരു ടെൻഷനും അവരോടൊരു ഒരു ഡിസ്റ്റൻസിങ്ങും അകൽച്ചയും ഒക്കെ തോന്നാം. കോപസ്വഭാവം അവരോട് നമ്മൾ പ്രകടിപ്പിക്കാം. അതിനൊന്നും പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതൊക്കെ അനുകൂലമായിട്ട് വരുന്ന രീതിയിലുള്ള പ്രാർത്ഥനാക്രമങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും തെറ്റിദ്ധാരണകൾ വരുന്നൊരു സമയമാണ്. അവരെക്കുറിച്ച് നമുക്ക് തെറ്റായിട്ട് ചില ധാരണകളുണ്ടാകും. അത് ജീവിത പങ്കാളിയുമായിട്ടും അഭിപ്രായ വ്യത്യാസം വരാം, അല്ലെങ്കിൽ പാർട്ടീഷനുമായി ബന്ധപ്പെട്ട് ഗൃഹത്തിൽ അഭിപ്രായ വ്യത്യാസത്തിനുള്ള സാധ്യതയും ഏറെയാണ് എന്നുള്ള കാര്യം അറിയാം. ഓഫീസിലും ഇതുപോലെയുള്ള ചെറിയ പ്രയാസങ്ങൾ കാണുന്നു എന്നുള്ളതുകൊണ്ട് അന്യരുടെ കാര്യങ്ങളിൽ നിന്ന് കഴിയുന്നതും ഒഴിഞ്ഞ് നിൽക്കുക. അഭിപ്രായം ചോദിച്ചാൽ പോലും മൗനം ആണ് മെച്ചം എന്ന് പണ്ട് പറയാറുണ്ട്. നമുക്ക് സമയം നല്ലതല്ല എന്നുണ്ടെങ്കിൽ ദൈവാധീനം മറിഞ്ഞിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ബിസിനസ്സിലൊരു എക്സ്പാൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അനുകൂലമായിട്ടുള്ള സമയമല്ല എന്നുള്ള കാര്യം പ്രത്യേകം അറിയുക. പുതിയ പാർട്ട്നേഴ്സിനെയൊക്കെ സ്വീകരിക്കുന്നത് ഒട്ടും നല്ലതല്ല എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. കൃഷ്ണപ്രീതി വരുത്തിക്കോളൂ. അതായത് വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി. അവതാര വിഷ്ണുവിന് ബുധനാഴ്ച എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ബുധനാഴ്ചയും ദർശനമാകാം. അവിടെ ഒരു തുളസിമാലയൊക്കെ സമർപ്പിച്ച് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇത് ജപിച്ചോളൂ കേട്ടോ. എല്ലാ പ്രയാസവും ദിവസവും രാവിലെ 18 പ്രാവശ്യവും വൈകുന്നേരം 18 പ്രാവശ്യവും ജപിച്ചോളൂ. അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. സന്തോഷമായിരിക്കുക. കർക്കിടകം രാശി, പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുന്ന കാലമാണ്. യാത്രകളുണ്ടാകാം. അതായത് കുട്ടികളും ബന്ധുക്കളുമായിട്ടൊക്കെ ആഘോഷങ്ങൾ നടത്തുന്ന ഒരു വാരമാണ്. പുതുവസ്ത്രലാഭം കാണുന്നുണ്ട്. എന്തെങ്കിലും ഒരു കോസ്റ്റ്ലി അപ്ലയൻസ്, ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഹോം അപ്ലയൻസ് ഒക്കെ വാങ്ങാനും അതിനുവേണ്ടി ധാരാളം ക്യാഷ് സ്പെൻഡ് ചെയ്യാനുള്ളൊരു മനസ്ഥിതിയും വരുന്ന സമയമാണ്. ഗൃഹത്തിന് റിപ്പയർ വർക്ക് കാണുന്നുണ്ട്. അതുവഴി ധനനഷ്ടം വന്നിരിക്കാനും സാധ്യത ഏറെയാണ്. അൺഎക്സ്പെക്റ്റഡ്
ആയിട്ടുള്ള എക്സ്പെൻസസ് ആയിരിക്കും. ജലവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാൾസ് അല്ലെങ്കിൽ ഗൃഹത്തിൽ എന്തെങ്കിലും തരത്തിൽ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ വന്നിരിക്കുക. വാരത്തിൻ്റെ ആദ്യ ഭാഗത്താണ് ഞായറാഴ്ചയൊക്കെ അത് പ്രകടമാകുന്ന ഒരു ദിവസമാണ് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. മനസ്സിന് ഇഷ്ടപ്പെട്ടവരുമായിട്ട് സമയം പങ്കിടുവാൻ കഴിയും. വളരെ കാലമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന എന്തെങ്കിലും ഒരു കാര്യം അനുഭവേദ്യമാകുന്ന ഒരു വാരമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേക പ്രാർത്ഥന അത്യാവശ്യം എന്നുള്ളതാണ്. ജാതകത്തിൽ ചിലപ്പോൾ 2ാം ഭാവാധിപനോ 11ാം ഭാവാധിപനോ 7ാം ഭാവാധിപനോ ബലക്കുറവാണ് എങ്കിൽ വൈകാരികമായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കുവാൻ യോഗം ചാരവശാൽ കാണുന്നുണ്ടെങ്കിലും അതിലൊക്കെ ഒരു ചെറിയ തടസ്സങ്ങൾ വരുന്ന ഒരു സമയമായിരിക്കും, അനുകൂലമായിട്ടുള്ള ദശാഭാരങ്ങളല്ലെങ്കിൽ. അപ്പോൾ ദശാഭാരങ്ങൾ നോക്കി പരിഹാരം ചെയ്യേണ്ട ഒരു വാരമാണ് എന്നുള്ള സമയം അത് പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകാം. അതൊരു 5ാം വ്യാഴവട്ടം കഴിഞ്ഞവർക്കൊക്കെ, അതായത് 5 വ്യാഴവട്ടം എന്ന് പറയുമ്പോൾ 60 വയസ്സായാലും ആരോഗ്യമുള്ളവർ ധാരാളം പേരുണ്ടാവും, അവർക്ക് പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും അവരൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ള കാര്യം അറിയാം. ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള, അതിൽ നിന്ന് ലാഭം കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റിൽ. അപ്പോൾ നമ്മളെപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ആരും എന്ത് ഇൻവെസ്റ്റ് ചെയ്താലും ലാഭം ഉണ്ടാകണമെന്നില്ല. യു ഹാവ് ടു യൂസ് യുവർ ഇൻ്റലിജൻസ് വിത്തൗട്ട് വിച്ച് നത്തിങ് ഈസ് ഗോയിങ് ടു വർക്ക്. ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ ആൾക്കാർ പറയും, അതിപ്പോൾ ബുദ്ധിപൂർവ്വം നമ്മളിപ്പോൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തായാലും ലാഭം വരണമല്ലോ. ഒരിക്കലുമല്ല. ധാരാളം അഡ്വൈസേഴ്സ് ഉള്ള ആൾക്കാർ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നഷ്ടം വരാറുണ്ട്. വളരെയധികം അഡ്വൈസേഴ്സ് ഉണ്ടാവും. ഫിനാൻഷ്യലായിട്ടുള്ള ഓരോ കാര്യത്തിനും അഡ്വൈസേഴ്സ് ഉണ്ടാവും. ദേ മൈറ്റ് ബി ദി ബെസ്റ്റ് ഇൻ ഇന്ത്യ. പക്ഷേ ലാഭം ഉണ്ടാവണമെന്നില്ല. അത് നമ്മുടെ സമയത്തെ അടിസ്ഥാനമാക്കി മാത്രമേ അതൊക്കെ സംഭവിക്കുകയുള്ളൂ. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് യാത്ര കാണുന്നു, ദൂരദേശത്ത് അഡ്മിഷൻ ലഭിക്കുവാൻ ഭാഗ്യമുണ്ട്. കോമ്പറ്റീവ് എക്സാംസിൽ വിജയിക്കുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു എന്നുള്ളതുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ കേട്ടോ. തിങ്കളാഴ്ചകളിൽ വ്രതമെടുത്ത ശിവക്ഷേത്ര ദർശനം ഉത്തമമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ പൂർണ്ണമായിട്ടും നീക്കും. ഓം നമഃ ശിവായ ദിവസവും ജപിച്ചോളൂ 18 പ്രാവശ്യം. എല്ലാ പ്രയാസങ്ങളും ഭഗവാൻ നീക്കിത്തരും. ഭഗവാൻ കൂടെ ഉണ്ടാവും, സംശയമൊന്നും തന്നെ വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും ധനാഗമവും ഉണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ചിങ്ങം രാശി, മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. പല ചെലവുകളും പ്രതീക്ഷിക്കാത്ത സമയത്ത് വരാം എന്നുള്ളതാണ്. വാഹനം ഡ്രൈവിങ്ങും റൈഡിങ്ങും ഒക്കെ ശ്രദ്ധിക്കണം. ഹൈ സ്പീഡ് ഡ്രൈവിംഗ് ഒക്കെ ഒഴിവാക്കുക പൂർണ്ണമായിട്ടും. ഈ യങ്സ്റ്റേഴ്സ് കൂട്ടുകാരുമൊത്തൊക്കെ ഈ പിക്നിക് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അതിലൊരു ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ന്യൂ ഇയർ വരുന്നത് കൊണ്ടുള്ള സെലിബ്രേഷൻസ് ഉണ്ടാവും. അതൊക്കെ ഒരു നിയന്ത്രണം പാലിച്ച് കാരണവസ്ഥാനീയരുടെ അനുഗ്രഹത്തോടുകൂടി അനുവാദത്തോടുകൂടി മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. കാരണം പലതരത്തിലുള്ള പ്രയാസങ്ങളുടെ ഒരു സൂചനയുണ്ട്. സൽപ്പേരിന് കളങ്കം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ട്രാഫിക് ഒഫൻസൊക്കെ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണെന്ന് അറിഞ്ഞിരിക്കുക. പ്രണയം ഒഴിവാക്കുക. വിവാഹ നിശ്ചയം മുതലായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി തീരുമാനമെടുക്കേണ്ട സമയമാണ്. കാരണം റോങ് ഡെസിഷൻ മേക്കിംഗ് വരാം, തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ വരാം. വസ്തുവിൻ്റെ ക്രയവിക്രയത്തിനും അത്ര നല്ല സമയമല്ല. ലാൻഡ് ട്രാൻസാക്ഷൻസുള്ള പർച്ചേസും സെല്ലിങ്ങും രണ്ടും ശ്രദ്ധിക്കണം. ലീഗലായിട്ട് പിന്നീട് കോംപ്ലിക്കേഷൻസ് വരാം എന്നുള്ളതുകൊണ്ട് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരാനായിട്ട് മഹാലക്ഷ്മി അഷ്ടകം ജപിച്ചോളൂ. അതിനപ്പുറം നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സമയം വന്നു ചേരും. മഹാലക്ഷ്മിയെ മനസ്സുകൊണ്ടിങ്ങനെ ധ്യാനിച്ചിട്ട് നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ജപിച്ചോളൂ. അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെ വരും എന്നുള്ളതിൽ സംശയം വേണ്ട. കുടുംബത്തിൽ സമാധാനവും ലഭിക്കും. സന്തോഷമായിരിക്കും. കന്നിരാശി, ഉത്രം അവസാനത്തെ 1/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. പല കാര്യങ്ങളിലെയും തടസ്സങ്ങൾ നീങ്ങുന്നതായി അനുഭവപ്പെടും. കുറേ കാലമായിട്ട് ചൊവ്വാദോഷം രാഹുദോഷവും ഒക്കെ ഉള്ളവർക്ക് പലപ്പോഴും വിവാഹ കാര്യങ്ങൾ ആവർത്തിച്ച് തടസ്സം വന്നിട്ടുണ്ടാകും. കഴിഞ്ഞ കാലത്ത് ഒരുപക്ഷെ നിശ്ചയത്തിലേക്ക് എത്തിയ ഒരു വിവാഹം പോലും അങ്ങോട്ട് വൈകാനുള്ള സാധ്യത ഏറെയാണ്, അല്ലെങ്കിൽ തടസ്സപ്പെടാനുള്ള സാധ്യത ഏറെയാണ് കഴിഞ്ഞ കാലങ്ങൾ. അതിലൊക്കെ ഒരു മാറ്റം വരുന്ന ഒരു സമയം ആരംഭിച്ചു. ഈ വാരം കുറച്ചുകൂടി നല്ലതാണ് എന്നുള്ളതുകൊണ്ട് വിവാഹ കാര്യത്തിൽ മുന്നോട്ട് പോകാം. അതിന് പരിഹാരമായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. പാർവതീദേവി പ്രീതി അത്യാവശ്യം
അവിടെ ഒരു കൂവളമാല സമർപ്പിച്ച് ശിവപാർവതി സ്തോത്രം ദിവസവും ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ബിസിനസ്സിലും കാര്യമായിട്ടുള്ള പുരോഗതി വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പോ ഫൈനാൻഷ്യൽ ഹെൽപ്പോ വരാം, ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസിൽ നിന്ന് ഹെൽപ്പ് വരാം, ലൈസൻസൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം, വാഹന യോഗം വന്നു ചേരാനുള്ള ഭാഗ്യവുമുണ്ട് എന്ന് പ്രത്യേകിച്ച് അറിയുക. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം വ്യാഴാഴ്ച നടത്തുന്നതുകൊണ്ട് പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങിപ്പോകും. സന്തോഷമായിരിക്കുക. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. കാരണമില്ലാതെ തന്നെ മനസ്സിനിങ്ങനെ ടെൻഷൻസും പ്രയാസങ്ങളും വരുന്ന ഒരു വാരമാണെന്ന് അറിഞ്ഞിരിക്കുക. അതാണ് കഴിഞ്ഞ വാരങ്ങളിൽ അങ്ങനെയായിരുന്നു. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിച്ച് എന്താ ചെയ്യുക, പല കാര്യങ്ങളിലും തടസ്സം വന്നല്ലോ, ഞാൻ ഉദ്ദേശിച്ചതൊന്നും ശരിയായില്ല, ആ ബില്ല് മാറാനുണ്ടായിരുന്നു അതൊട്ടും ശരിയായില്ല, അവിടുന്ന് പണം കിട്ടാനുണ്ടായിരുന്നു അല്ലെങ്കിൽ ചിട്ടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അതും ശരിയായില്ല, ലോണും ശരിയായില്ലല്ലോ, എന്താ ഇപ്പം ഇങ്ങനെ എന്നോർത്ത് മനസ്സിന് വിഷമം ഉണ്ടാക്കുക. എന്നാൽ മനസ്സിൻ്റെ ഒരു വശത്ത് ഇത് കുറച്ച് വൈകിയാലും ഇത് കിട്ടും എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ പോലും ഇത് ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കുവാൻ സാധ്യത ഏറെയുള്ള വാരമാണ്. ആ സമയത്ത് ഹനുമൽ പ്രീതിയാണ് അത്യാവശ്യം. വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, ആഞ്ജനേയ അഷ്ടോത്തരം ഭക്തിപൂർവ്വം ജപിക്കുക. ഒരു സംശയവും ശ്രീരാമ ജയം എന്ന് പറഞ്ഞിട്ട് വേണം ആഞ്ജനേയ അഷ്ടോത്തരം ജപിക്കുവാനായിട്ട്. അത് കഴിഞ്ഞിട്ടും ഓം ശ്രീരാമ ജയം, ശ്രീരാമനെയും സീതാദേവിയെയും ഹനുമാനെയും മനസ്സുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് ഈ ആഞ്ജനേയ അഷ്ടോത്തരം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളിലും ഹനുമാൻ സ്വാമി കൂടെ ഉണ്ടാവും. നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. അതാണ് ഏറ്റവും പ്രധാനം. വിവാഹ കാര്യങ്ങൾക്ക് അത്ര നല്ലൊരു സമയമല്ല എന്നുള്ളതുകൊണ്ട് വിവാഹ നിശ്ചയമൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കാം. പുതിയ ബിസിനസ്സിനും ഒന്നും അത്ര നല്ല സമയമല്ല എന്നുള്ളതുകൊണ്ട് അതും അങ്ങോട്ട് അല്പം മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. യാത്രകൾ, വളരെ ദൂരെ യാത്രകൾ, കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള യാത്രകളൊക്കെ തൽക്കാലം വേണ്ട. അതൊക്കെ അധിക ചിലവായിരിക്കും. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ ഉണ്ടാവുകയില്ല. എന്നാൽ ഈ പ്രാർത്ഥനയുണ്ടെങ്കിൽ, ഹനുമൽ പ്രീതി ഉണ്ടെങ്കിൽ പ്രയാസങ്ങൾ നീങ്ങിക്കോളും. കാരണം ഹനുമാൻ സ്വാമി കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു വിശ്വാസം അതിൽ നേട്ടങ്ങൾ നൽകും എന്നുള്ളതിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ സമാധാനം കുറഞ്ഞിരുന്ന ഒരവസ്ഥയിൽ മാറ്റം ഈ വാരം പ്രതീക്ഷിക്കാം. സമാധാനം ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. സന്തോഷമായിരിക്കുക. വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം തൃക്കേട്ട. ബിസിനസ്സിൽ നഷ്ടത്തിൽ പോയിരുന്ന ബിസിനസ് ലാഭത്തിൽ വരുന്നതിൻ്റെ ഒരു സൂചന ലഭിക്കാനുള്ള ഭാഗ്യം, അതിന് വേണ്ട അഡ്വൈസ് ലഭിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ഇന്നതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മെച്ചമുണ്ടാകുന്നുള്ളൊരു ഫീല്, കെട്ടിക്കിടന്ന പല സാധനങ്ങളും വിറ്റഴിക്കുവാൻ ഭാഗ്യമുള്ള ഒരു വാരമാണെന്നുള്ളത്. ഈ വാഹനത്തിൻ്റെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ വസ്തുവിൻ്റെ ട്രാൻസാക്ഷനൊക്കെ നടക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ലാഭത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. വിവാഹ കാര്യങ്ങളിലും അതുപോലെ തന്നെ ആദ്യം ഒരു തടസ്സം വന്നാലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായി അനുഭവപ്പെടും. മാത്രമല്ല മനസ്സിനൊരു ടെൻഷൻ, ഒരു വെയിറ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറയും. ഇതിപ്പോൾ നടന്നില്ലെങ്കിലും പിന്നീട് നടക്കും, ഇത് നടക്കാനുള്ളൊരു ഭാഗ്യമുണ്ട്, ഇതെങ്കിലും ഒരു ആലോചന എന്നുള്ളൊരു ആത്മവിശ്വാസമൊക്കെ വരുന്നൊരു സമയമാണ്. കുറേ കാലമായിട്ട് വിവാഹം അതുകൊണ്ട് തടസ്സപ്പെട്ടിരുന്നവർ ചെയ്യേണ്ട കാര്യം ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക എന്നുള്ളതാണ്. ശിവപാർവതി സ്തോത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള പുതിയ പാർട്ട്ണർഷിപ്പൊക്കെ വരാം, അതിനുള്ള ഒരു യോഗവും ഈ വാരം കാണുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് കൊണ്ട് പല നേട്ടങ്ങളും വരാം. അവിചാരിതമായിട്ട് സഹായഹസ്തം ലഭിക്കുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. പൊതുവെ മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരാനുള്ള യോഗം ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം അറിയുക. ഇത് വളരെ പ്രധാനമാണ്. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ അതുകൊണ്ട് സാധ്യതകൾ തെളിയും. കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വിജയിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ഔചിത്യത്തോടുകൂടി സംസാരിക്കണം. കാരണം സംസാരം കൊണ്ട് പലരും അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഇത് ജപിച്ചോളൂ 5 പ്രാവശ്യം രാവിലെയും 5 പ്രാവശ്യം വൈകുന്നേരവും. ഭദ്രകാളി ക്ഷേത്ര ദർശനം ഈ വാരം അനിവാര്യമാണ്. അവിടെ പോയിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത്, ഭദ്രകാളി സമർപ്പണത്തോടുകൂടി പ്രാർത്ഥിച്ചോളൂ, എല്ലാ പ്രയാസങ്ങളും നീങ്ങും. സന്തോഷമായിരിക്കുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം.
പല നേട്ടങ്ങളുടെ ഒരു സൂചന കാണുന്നുണ്ട്. പ്രണയിക്കാനൊക്കെയുള്ള ഒരു സാധ്യത ആ ഏജ് ഗ്രൂപ്പിലുള്ളവരും ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്കും. കാരണം പ്രണയം ഇപ്പോൾ അധികം അങ്ങനെ സമൂഹത്തിൽ കാണാറില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അറേഞ്ച്ഡ് മാരേജിന് പ്രിഫർ ചെയ്യുന്നവർ ധാരാളം പേര് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും പ്രണയിക്കാനൊക്കെയുള്ളൊരു സാധ്യത ചില പ്രത്യേക സാഹചര്യങ്ങളിലുള്ളവർക്ക് കാണുന്നുണ്ട്. പുതിയ സൗഹൃദങ്ങൾ വരാം. യാത്രകൾ കൊണ്ട് മനസ്സിന് സന്തോഷവും സമാധാനവും വരാനുള്ള യോഗമുണ്ട്. ഭക്തിയിൽ ഏറെ താല്പര്യം വരുന്നുള്ളതാണ്. പല നമ്മൾ ജ്യോതിഷം മുതലായ കാര്യങ്ങളിലൊക്കെ താല്പര്യം വരുന്ന ഒരു സമയമാണ്. എല്ലാത്തിലും മനസ്സ് കൊണ്ട് നമ്മൾ കൂടുതൽ അടുപ്പം സൂക്ഷിക്കുന്ന ഒരു കാലവും ആരംഭിക്കുകയാണ്. പലരുമായിട്ടുള്ള സൗഹൃദം പുതുക്കുവാൻ നമ്മുടെ മനസ്സിനൊരു തോന്നലുണ്ടാകും. അങ്ങനെ മനസ്സിന് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ, യാത്രകൾ, കുടുംബത്തിലെ അംഗങ്ങളെ കണ്ടുമുട്ടുവാൻ, അല്ലെങ്കിൽ പഴയ സൗഹൃദ ഉണ്ടായിരുന്നവരുമായിട്ട് അടുക്കുവാനുള്ള ഒരു അവസരം ഇതൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. അതുകൊണ്ട് പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കാണുന്നു. എങ്കിലും അധികം പണച്ചെലവ് വരാം. ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് പണത്തിനൊരു ഞെരുക്കം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ദൈവാധീനം ആ കാര്യങ്ങളിൽ അല്പം കുറയുന്ന ഒരു സമയമായതുകൊണ്ട് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയ ദിവസവും ശ്രീ വിഷ്ണു സ്തോത്രം അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മകരം രാശി ഉത്രാടം അവസാനത്തെ 1/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ നീങ്ങും. വിദേശ യാത്രയ്ക്കുള്ള താല്പര്യം ഉണ്ടാകും. ദൂരദേശ യാത്ര സാധ്യമാകും. എന്തായാലും യാത്രയ്ക്കൊരു താല്പര്യം വരികയും അതിനുള്ള സാഹചര്യം ഒരുങ്ങി വരികയും പണം വന്നു ചേരുകയും ചെയ്യും എന്നുള്ളതിൽ സംശയം വേണ്ട. പ്രാർത്ഥന അത്യാവശ്യമാണ്. അതും പ്രധാനമാണെന്നറിയാം. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള യോഗമുണ്ട്. ചൊവ്വാദോഷം, രാഹുദോഷം, ശനിദോഷം ഇവ കാരണമായിട്ട് വിവാഹം വൈകുന്നവർക്ക് ഈ വാരം യോജിച്ച രീതിയിലുള്ള ജാതകം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് എന്നറിയാം. വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സസിന് അഡ്മിഷൻ ലഭിക്കുവാനും പല പരീക്ഷകളിലും വിജയിക്കുവാനും ജോലിയില്ലാത്തവർക്ക് സ്വന്തമായ ഒരു വരുമാന മാർഗം വന്നു ചേരുവാനുമുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. സാലറി അറിയേഴ്സോ പ്രൊമോഷനോ പുതിയ MNCയിൽ പ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ വിദേശ ജോലിക്കോ വിദേശ വിദ്യാഭ്യാസത്തിനോ ദൂരദേശത്ത് നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള വാർത്ത കേൾക്കുവാനോ ഒക്കെയുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു എന്നറിയാം. കുടുംബത്തിൽ സന്തതിയുടെ ജനനം കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരാം. മാതൃസ്ഥാനീയർക്ക്, അതായത് അമ്മയുടെ അടുത്ത ബന്ധുക്കൾക്കും അത്ര നല്ലൊരു സമയമല്ല. അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളോ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളോ കാണുന്നു എന്നുള്ളതുകൊണ്ട് ദുർഗാപ്രീതി അത്യാവശ്യം വരുത്തണം. തിങ്കളാഴ്ചകളിൽ ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി ദുർഗാസ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. മാതൃസ്ഥാനീയരുടെ പ്രയാസങ്ങൾ മാറും എന്ന് മാത്രമല്ല, മനസ്സിനുണ്ടാകുന്ന ടെൻഷൻസൊക്കെ അലിഞ്ഞലിഞ്ഞു പോയി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കാം. കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പൊരുരുട്ടാതി ആദ്യത്തെ 1/4 ഭാഗം. 7ര ശനിക്കാലമാണെന്ന് പറയും. അതിൽ ജന്മശനിയും. അതുകൊണ്ട് പ്രധാനപ്പെട്ട എന്ത് കാര്യത്തിൽ തീരുമാനമെടുത്താലും അത്ര ശുഭം ആയിരിക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളൊന്നും നോക്കിയാൽ മതി. വലിയ ലാഭം കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയ പല കാര്യങ്ങളും ഒന്നും നടക്കില്ല. എല്ലാത്തിലും തടസ്സം വന്നിട്ടുണ്ടാവും കഴിഞ്ഞ കാലത്തിൽ. അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിട്ടേൺസ് ഉണ്ടാവില്ല. വളരെയധികം ചിലവുള്ള ഒരു കാലമായിരുന്നു. ഈ വാരവും ചിലവ് അധികരിച്ചിരിക്കും. ആഘോഷങ്ങൾക്കായി പണം ചിലവാക്കുന്ന സമയമാണ്. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പണം ചിലവാക്കേണ്ടുന്ന ഒരു സാഹചര്യം വരാം. പിതൃസ്ഥാനീയർക്ക് അത്ര, അതായത് അച്ഛൻ്റെ ബന്ധുക്കൾക്കും അത്ര നല്ലൊരു സമയമല്ല. അവർക്ക് കഴിഞ്ഞ കാലത്തും പല പ്രയാസങ്ങളും വന്നിരിക്കാം എന്നുള്ളതാണ്. ആ പ്രയാസങ്ങൾ പ്രാർത്ഥന കൊണ്ട് പരിഹരിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. ഒന്നാമത്തെ കാര്യം, പിതൃസ്ഥാനീയരുടെ അവർക്ക് വേണ്ടി പ്രാർത്ഥനകളും ക്ഷേത്രത്തിൽ വഴിപാടും അർച്ചനയും പുഷ്പാഞ്ജലിയും ജലധാരയും മൃത്യുഞ്ജയ ഹോമവും നടത്തിക്കൊണ്ടാൽ പ്രയാസങ്ങൾ, അവർക്ക് വരുന്ന പ്രയാസങ്ങൾ പൂർണ്ണമായിട്ടും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. ശിവപ്രീതികരമായിട്ടുള്ള പ്രാർത്ഥനയും അത്യാവശ്യമാണ് എന്നുള്ളതുകൊണ്ട് ഓം നമഃ ശിവായ 108 പ്രാവശ്യം ജപിച്ചോളൂ. എല്ലാ കാര്യങ്ങളിലും, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ചും അനുകൂല ഭാവം വരും. അധിക ചെലവ്, വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരാം. അധിക ചെലവ്, അതുവഴി ഹോം അപ്ലയൻസസിന് ചില ഡാമേജൊക്കെ വരാം. അതുവഴി അധിക പണച്ചെലവ്, ഇവയൊക്കെ വരുന്നത് ഒരു പരിധിവരെ പ്രാർത്ഥന കൊണ്ട് പരിഹരിക്കുവാൻ കഴിയുന്നു. മാത്രമല്ല, ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വന്നാലും അത് പരിഹരിക്കുവാനായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ബാലൻസ്, ഒരു സാമ്പത്തികമായിട്ടുള്ള വരുമാന വർധനയ്ക്ക് അത് ഉതകും എന്നുള്ളതിലും സംശയം വേണ്ട.
അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പൊയ്ക്കോളൂ. ഏഴരശനിയിലെ ആ പ്രയാസങ്ങൾ പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാകും. ശനിയാഴ്ചകളിൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം കൂടി നടത്താം എന്നുണ്ടെങ്കിൽ ഒരു പൂർണ്ണ ശുഭത്വം ലഭിക്കും. ധർമ്മശാസ്ത്ര സ്തോത്ര ജപം സഹിതം എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കും. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാതി രേവതി. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അങ്ങോട്ട് നടക്കാത്തത് കൊണ്ട് ഒരു പ്രയാസവും ടെൻഷനും വരാം. അതുകൊണ്ടൊരു ലാക്ക് ഓഫ് എനർജി, ഡൈനാമിസം ഒക്കെ വരാം. അത് പോയാലും ശരിയാവില്ല എന്നുള്ളൊരു തോന്നലുണ്ടായാൽ പ്രയാസങ്ങൾ വർദ്ധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുക. ദൈവാധീനം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് വൈഷ്ണവ പ്രീതി വരുത്തുക എന്നുള്ളതാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ്. മഹാസുദർശന അഷ്ടോത്തര ശതനാമാവലി ജപിച്ചോളൂ. എല്ലാ തടസ്സങ്ങളും മാറി ദൈവാധീനം വന്നു ചേരും. നമ്മൾ തടസ്സപ്പെടുന്ന ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കോളും. മഹാസുദർശന സ്തോത്രമാണ് ജപിക്കേണ്ട, അഷ്ടോത്തര ശതനാമാവലി. സുദർശന ചക്രം, ഭഗവാന്റെ സുദർശന ചക്രം നമ്മുടെ തടസ്സങ്ങൾ നീക്കിത്തരും എന്നുള്ള വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സുദർശന പുഷ്പാഞ്ജലി കൂടി നടത്തിക്കോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. വിവാഹ കാര്യങ്ങളിലെ തീരുമാനങ്ങളൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. വൈകാരികമായിട്ടുള്ള അവസരങ്ങൾ വരുമ്പോൾ അഭിപ്രായങ്ങളൊന്നും പറയാതെ മൗനം പാലിക്കുന്നതായിരിക്കും നല്ലത്. ഓഫീസിലും കലഹസാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കാണ്ടിരിക്കുക. അങ്ങനെ ഒരു അവസരം വന്നാൽ തന്നെയോ അതിൽ നിന്ന് അങ്ങോട്ട് വിഡ്രോ ചെയ്ത് നിൽക്കുക. അന്യരുടെ കാര്യങ്ങളിൽ നിന്നും കഴിയുന്നതും അകന്നു നിൽക്കുന്നതാണ് നല്ലത്. അഭിപ്രായങ്ങൾ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. അത് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ചില പ്രയാസങ്ങൾ സൃഷ്ടിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇൻക്രിമെൻ്റ് അരിയേഴ്സ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളിലും ഒക്കെ തടസ്സങ്ങൾ വരാം. പ്രൊമോഷനിലും അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു തടസ്സം വരുന്ന ഒരു കാലമാണ്. ശനിപ്രീതി അത്യാവശ്യം വേണ്ട ഒരു സമയമാണ്. ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി അവിടെ നീരാജനം കഴിപ്പിച്ച് ദിവസവും അയ്യപ്പ സ്തോത്രം ജപിച്ചോളൂ. പ്രയാസങ്ങളൊക്കെ നീങ്ങും. അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ഇനി മെയിൽസാണ്. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽസ് അയക്കാം. ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാകാം. പൂർണ്ണമായിട്ട് പേരുണ്ടായിരിക്കണം, എവിടെ നിന്നാണ് മെയിൽ ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം, ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം ഇവ കൂടി ഉണ്ടായിരിക്കണം. മറുപടി ഈ പ്രോഗ്രാമിലൂടെ നൽകുവാൻ ശ്രമിക്കാം. എന്തെങ്കിലും മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും മെയിൽ ചെയ്യുക, മറുപടി നൽകുവാൻ ശ്രമിക്കുന്നതാണ്. ഇനി മെയിലിലേക്ക് പോകാം. മിസ്സസ് നീതു ശർമ്മ ന്യൂഡൽഹിയിൽ നിന്നാണ്. മലയാളിയല്ല. ഐ ബിൻ വാച്ചിങ് യുവർ പ്രോഗ്രാം ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പ്രോഗ്രാംസ് അപ്ലോഡ് ചെയ്യാറില്ല. ദാറ്റ് ഈസ് ദ റീസൺ വൈ ഐ എം റൈറ്റിംഗ് ഐ എം മെയിലിംഗ് ദിസ്. ഐ എം കടകരാശി, ആശ്ലേഷ നക്ഷത്ര. I cannot communicate very well in Malayalam, though I am a bit familiar with Malayalis and Malayalam. I was in the central government service, now trying creative writing. ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ ഇപ്പോൾ ശ്രമിക്കുകയാണ്. വാട്ട് വിൽ ബി മൈ ഫീൽഡ്, വാട്ട് ഈസ് മൈ ഫീൽഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ശുക്രൻ ബലവാനാണ്, ബുധനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്രിയേറ്റീവ് റൈറ്റിംഗ് തീർച്ചയായിട്ടും നല്ലതാണ്. മുമ്പ് അതിന് ശ്രമിച്ചിട്ടില്ല. കാരണം ബാല്യത്തിൽ തന്നെ ബുധൻ ബലവാനായിട്ടുള്ള ചില അവസരങ്ങൾ വന്നപ്പോൾ ഒരുപക്ഷെ കവിതാരചന അല്ലെങ്കിൽ ഒറേറ്റ് പ്രസംഗം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ടാകാം. അന്ന് എല്ലാവരിൽ നിന്നും അഭിനന്ദനം, കൺഗ്രാജുലേഷൻസൊക്കെ അന്ന് കിട്ടിയിട്ടുണ്ടാകാം എന്നുള്ളതാണ്. രചനാവൈഭവം കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ മുന്നോട്ട് പോകാവുന്നതാണ്. ഫ്രീലാൻസിങ് ചെയ്യാം. പ്രൊഫഷണലായിട്ട് ഏതെങ്കിലും ഒരു മീഡിയയിൽ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യമുണ്ട്. എനിവേ കണ്ടിന്യൂ വിത്ത് ക്രിയേറ്റീവ് റൈറ്റിംഗ്. യു ആർ ലൈക്ലി ടു കം അപ്പ് വെരി വെൽ. പിന്നെ വ്യാഴൻ ബലവാനായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ദശാപഹാരങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് ദൈവികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും റൈറ്റപ്സ് കൊടുക്കാം കേട്ടോ. ആഘോഷങ്ങളെക്കുറിച്ച്, സെലിബ്രേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വളരെ ദൈവികത്വമുള്ള ദിവസങ്ങളെക്കുറിച്ചുള്ള റൈറ്റപ്സ്, ഇത് യു ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ്. സോറി, ഐ വാസ് ടോക്കിംഗ് ഇൻ മലയാളം. എനിവേ യു അണ്ടർസ്റ്റാൻഡ് മലയാളം. ദാറ്റ് ഈസ് വാട്ട് യു ടോൾഡ് മീ ആൻഡ് that was the reason why I was talking in Malayalam. Anyway, no cause for worry. You have got a very good future this year. You are likely to get some liquid cash and financially you will be in a better position.
This year will be very good for you. This year means the next 1 year will be very good for you. Lot of changes will come over, and you will establish yourself in the field of creative writing, and you will get involved in many other activities, and you will find a new meaning in life, no doubt about it. You chant the mantra Om Shri Vikneshwaraya Namaha continuously at least 108 times every day, and you will find yourself in a better position, and more happiness will be there, and you will find the present life more meaningful. Be happy and confident. Shri Damodara Panikar വർക്കല, മകൻ അർജുനൻ, നക്ഷത്രം ചതയം, ഓസ്ട്രേലിയയിലാണ്. ഇപ്പോൾ ചെറിയ ജോലിയാണ്, നല്ല ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ കിട്ടുന്നില്ല. അതുകൊണ്ട് അവിടെ ജീവിക്കാൻ പ്രയാസമാണ്. ഇവിടുന്ന് പോലും ക്യാഷ് അയക്കേണ്ട ഒരു അവസ്ഥയാണ്. എന്താ ഇപ്പോൾ ചെയ്യുക? നക്ഷത്രം ചതയാണ്, 7 ശനിയിൽ ജന്മശനി കാലമാണ്. അതുകൊണ്ടാണ് ഈ പ്രയാസങ്ങൾ വന്നത്. കുറച്ച് കഷ്ടപ്പെട്ടാലും കഴിഞ്ഞ കാലത്ത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് വ്യക്തമാണ്. പക്ഷെ വിഷമിക്കാനില്ല. ഈ വർഷം എന്ന് വെച്ചാൽ വരുന്ന വർഷം 2025 സെക്കൻഡ് ഹാഫ് വിൽ ബി വെരി ഗുഡ് ഫോർ യു. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ 2025 കഴിയുന്നതിന് മുമ്പ് ഇദ്ദേഹം മകൻ അർജുൻ നല്ലൊരു സ്ഥാനത്തെത്തും എന്നുള്ളതിൽ സംശയം വേണ്ട. അതുകൊണ്ട് അത് സന്തോഷമായിട്ടിരിക്കാവുന്ന ഒരു സമയമാണ്. അപ്പോൾ ദൈവാധീനം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യം എന്നുള്ളതുകൊണ്ട് വിഷ്ണു സ്തോത്രം ജപിക്കുക. ശ്രീ വിഷ്ണു സഹസ്രനാമം അമ്മയും അച്ഛനും ജപിക്കുന്നതും ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ മകന് നൽകും. ഷഷ്ടി വ്രതം കൂടി എടുത്തോളൂ. സുബ്രഹ്മണ്യ ഭജനമാകാം. ശ്രീ മകൻ അർജുൻ നല്ലൊരു സ്ഥാനത്തെത്തും എന്നുള്ളതിൽ സംശയം വേണ്ട. അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ വ്യാഴൻ വളരെ ബലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയാലും വളരെ നല്ലൊരു സ്ഥിതിയിൽ തന്നെ എത്തും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ശ്രീ ചെഞ്ചുണ്ണി കണ്ണാടിയിൽ നിന്നാണ്. മകൻ +2 ഏത് സബ്ജക്റ്റാണ് എടുക്കുക? നക്ഷത്രം ഉത്രട്ടാതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശനിബന്ധമുണ്ട് ലഗ്നത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആൾ വളരെ സ്ലോ ഇൻ ഗ്രാസ്പിംഗ് ആണ്. പഠിത്തത്തിൽ വലിയ താല്പര്യമൊന്നും കാണിക്കില്ല. പിന്നെ ഇപ്പോൾ 7 ശനിക്കാലം കൂടി ആയതുകൊണ്ട് പഠന കാര്യങ്ങളിൽ താല്പര്യം കുറയും, അല്പം വാശിയും ദേഷ്യവും ഒക്കെയുള്ള ഒരു കാലമാണ് എന്ന് ഗ്രഹനിലയിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ പഠിക്കേണ്ട തിയററ്റിക്കലായിട്ടുള്ള സബ്ജക്ട്സ് ഒന്നും ഇയാൾക്കിപ്പോൾ തൽക്കാലം ചെയ്തില്ല. അതായത് ഇപ്പോൾ എൻജിനീയറിംഗ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്തമാറ്റിക്സ് ആയാലും ഇപ്പോൾ എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്ലൈഡ് ആയിട്ടുള്ള കോഴ്സസ് ആയിരിക്കും നല്ലത്. അതിൽ ശുക്രൻ്റെ ഒരു ബന്ധം വരുന്നതുകൊണ്ട് മെഡിക്കൽ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കോഴ്സ് ചെയ്യുന്നത് നല്ലതാണ്. അതായത് ഇപ്പോൾ മെഡിക്കൽ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, ഇങ്ങനെയുള്ള ഫീൽഡുണ്ട്. ലബോറട്ടറി ടെക്നീഷ്യൻ, അങ്ങനെയുള്ള നഴ്സിംഗും നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള മെഡിസിനുമായിട്ട് ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി വലിയ തിയററ്റിക്കൽ സ്റ്റഡി ഇല്ലാത്തൊരു ഫീൽഡിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ വിജയം ഉണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. വളരെ ഹാർഡായിട്ടുള്ള സിലബസ് ഉള്ള ഒരു കോഴ്സും ഇപ്പോൾ എടുക്കരുത്. അത് വിട്ടുപോകാനുള്ളത് ഇടയ്ക്ക് വെച്ച് നിർത്താനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് പ്രാർത്ഥന അത്യാവശ്യം. സരസ്വതി ദേവിയെ ദിവസവും പ്രാർത്ഥിക്കുക. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ദിവസവും 18 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ജപിക്കാൻ പറയുക. വളരെ നല്ലൊരു സ്ഥിതിയിൽ തന്നെ എത്തും. ദൂരദേശത്തും വിദേശത്തുമൊക്കെ യാത്രയ്ക്കുമൊക്കെയുള്ള ഭാഗ്യമുണ്ട് കേട്ടോ. അവിടെ ജോലിക്കോ വരുമാനത്തിനോ ഉള്ള യോഗമുണ്ട്. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വരും. ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് മെയിലിൽ അയക്കാവുന്നതാണ്. പൂർണ്ണമായിട്ടുള്ള പേരുണ്ടാവണം, സ്ഥലപ്പേരുണ്ടാവണം, ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, ഇത്രയും കാര്യങ്ങളുണ്ടായിരിക്കണം. എന്താ അറിയേണ്ടതെന്ന് പറയുന്നത് വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. അതാണ് പൊതുവേ ഉള്ള ഫലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സ് വെച്ചുകൊണ്ട് മെയിൽ അയക്കാം. എല്ലാവർക്കും ഈ വാരം സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വാരം വാർഷിക ഫലമാണ്, 2025 ഫലമാണ്. അത് കാണുവാൻ മറക്കരുത്. പരിഹാരങ്ങൾ വളരെ വിശദമായി തന്നെ ആ പ്രോഗ്രാമിൽ പറയുന്നതാണ് എന്നുള്ളത് കൊണ്ട് മറക്കാതെ തന്നെ അടുത്ത വാരത്തിലെ പ്രോഗ്രാം കാണുക. എല്ലാവർക്കും ഐശ്വര്യം വരട്ടെ എന്നൊന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ.